ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വൈകുന്നേരത്തെ ചായക്കൂട്ടലിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഇതാണ് തരിപ്പോള. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പോള റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 നുള്ളു ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരും കൂടെ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ആവിയിൽ വേവിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു അപ്പച്ചമ്പ് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലോട്ടേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 3 മുട്ടയും മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് കറക്റ്റ് അളവായിരുന്നു പഞ്ചസാരേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ഒന്ന് കുറച്ചിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. എന്നിട്ട് അതൊരു പാത്രത്തിലോട്ടേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച റവ കുറച്ചായിട്ട് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇതുപോലെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ തടവി വെക്കാം. അപ്പം ഞാനൊരു മൗൾഡ് അല്ലെങ്കിൽ ഒരു പാത്രം ഇവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കിത് വെറുതെ ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പാത്രം അതിലോട്ടേക്ക് ഇറക്കി വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ എടുത്തിട്ട് നമുക്കിങ്ങനെ കുത്തി നോക്കാം. അതിൽ പറ്റിപ്പിടിച്ച് വന്നിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ തരിപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു 10 മിനിറ്റ് വേവാനും ബാക്കി ഒരു 5 മിനിറ്റ് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനൊക്കെ എല്ലാം കൂടെ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു ഐറ്റം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നാളെ 2 മണിക്ക് നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.